ശൂരനാട് വടക്ക് ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പറയിടിയിലിന് തുടക്കമായി. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് 11-ന് കൊടിയേറും. 20-ന് ഗജമേളയോടെ ഉത്സവം സമാപിക്കും. ശൂരനാട് വടക്ക് ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പറയിടിയിലിന് തുടക്കമായത്. പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ നിറപറ സമർപ്പിച്ചതോടെയാണ് പറയിടിയിലിന് തുടക്കമായത്. പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പറയെടുപ്പിന്റെ 1-ാം ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ നിന്നും ഒന്നാം വള്ളി പറയ്ക്ക് മുന്നോടിയായി കൈനീട്ടപ്പറ ആനയടി വലിയ വീട്ടിൽ, നല്ല വീട്ടിൽ, കോയിപ്പുറത്ത് പാലപ്പിള്ളി എന്നീ വീടുകളെടുത്തതിനു ശേഷം 1-ാം വാർഡിലെ പറ എടുക്കുന്നതായിരിക്കും. 5 ദിവസത്തെ പറ 10-ാം തീയതി സമാപിക്കും. 11-ാം തീയതി കൊടിയേറി 20-ാം തീയതി ഗജമേളയോടുകൂടി ഈ വർഷത്തെ തിരുവുത്സവം സമാപിക്കും. ഗജവീരൻ ആനയടി അപ്പു തിടംപേറ്റി. 11-ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറും. 20-ന് ഗജമേളയോടെ ഉത്സവം സമാപിക്കും. 6-ാം ദിവസം നടക്കുന്ന നരസിംഹജ്യോതി പുരസ്കാര സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. നടി ആശാ ശരത്തിനാണ് ഈ വർഷത്തെ നരസിംഹജ്യോതി പുരസ്കാരം. തിരുവുത്സവത്തോടനുബന്ധിച്ച് ദേവസ്വം നടത്തി വരാറുള്ള സാംസ്കാരിക സമ്മേളനം 6-ാം തിരുവുത്സവ ദിവസമായ ജനുവരി 16-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ നടക്കുന്നതാണ്. ഈ വർഷത്തെ സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുന്നു. ആനയടി ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുള്ള നരസിംഹജ്യോതി പുരസ്കാരം പ്രമുഖ നർത്തകിയും ചലച്ചിത്ര നടിയുമായ ശ്രീമതി ആശാ ശരത്തിന് മാവേലിക്കരുടെ ആരാധ്യനായ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് നൽകുന്നു. തുടർന്ന് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ വ്യക്തികൾ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നു. തുടർന്ന് 20-ാം തീയതി 50-ൽ പരം ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ ആനയടി ഗജമേള നടത്തപ്പെടുന്നതാണ്. കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെ രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ, വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ, സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള, ജോയിന്റ് സെക്രട്ടറി മനോജ്, ട്രഷറർ ബിൻ ആനയടി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, ശൂരനാട്.